ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഫുൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അന്നേരം നമ്മുടെ ഇന്ന് രാവിലെ ചോറ് വയ്ക്കാനായിട്ട് കലമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം രാവിലെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയി കുളിച്ചിട്ട് വന്നത് കേട്ടോ. പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിന് പഴമാണ്. പിന്നെ കുറച്ച് ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റി ഇപ്പുറത്തെ ആ ചെറിയ കലത്തിയിരിക്കുന്നുണ്ടോ, അത് നമ്മൾ ടീനോപ്പന് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അവൻ രാവിലെ പുട്ടൊക്കെ കഴിച്ച് ചോറും ഒക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നേരം രാവിലെ ഞാനൊരു കിഴങ്ങും മെഴുക്കുവരട്ടിയും വെച്ചു, മുട്ടയും പൊരിച്ചു. പിന്നെ നമുക്ക് മാങ്ങ അച്ചാറും ഒക്കെ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ ആയിട്ട് അവന് കൊടുത്തു വിട്ടു. ഇനിയിപ്പം നമുക്ക് അപ്പൂസിനും ചേട്ടനും ഒക്കെ പോകണം കേട്ടോ. അപ്പോൾ അവർക്ക് ഉള്ള പുട്ടൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പം ചോറ് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ അരി ഇട്ടത് കേട്ടോ. പക്ഷേ ചോറുണ്ടായിരുന്നു അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് അവരെല്ലാം പോയി. പുട്ടും പഴവും അപ്പൂസിന് വേണ്ടെന്ന് പറഞ്ഞ് പോയി കേട്ടോ. എന്നും അപ്പം, ഇഡലി, ദോശ ഇതൊക്കെ തന്നെയാണ്. അന്നേരം ഞാൻ ഇന്ന് മാറ്റി പിടിച്ച് പുട്ടാക്കി. അന്നേരം രാവിലെ തന്നെ നമ്മൾ മീൻ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ഒരു മീൻ കൊണ്ടുവരുന്ന ഒരാളുണ്ട്, അവരോട് മേടിച്ചിട്ട് മീൻ മേടിച്ച് ഫ്രീസറിനകത്ത് അങ്ങ് ഞാൻ വെച്ചു. കാരണം നമുക്ക് രാവിലെ വെട്ടാൻ സമയമില്ലല്ലോ, ഇവർക്കൊക്കെ പോകേണ്ടതുകൊണ്ട് അത് കഴിഞ്ഞ് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ ഉടനെ ഞാനതെടുത്തൊന്ന് വെള്ളത്തിലിട്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കേട്ടോ. അന്നേരം പുട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് രാവിലെ. അതുകൊണ്ട് എളുപ്പമായിരുന്നു, പുട്ടുണ്ടാക്കാൻ എളുപ്പമാണല്ലേ. പക്ഷേ ഇവിടെ അപ്പൂസിന് പുട്ട് വലിയ പിടുത്തമില്ല. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പുട്ട് കേട്ടോ. പുട്ടും പഴവും നല്ല കോമ്പിനേഷനാണല്ലേ. അത് നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കയ്യോടെ അങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു. ഒരു മഴക്കാറും ചാറ്റലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കാറ്റ് കൊണ്ട് ഇതങ്ങ് ഉണങ്ങിക്കോളുമല്ലോ. അങ്ങനെ തുണികളൊക്കെ അങ്ങ് വിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അകത്തോട്ട് കയറി പുട്ട് കഴിക്കണം. പിന്നെ മീൻ വെട്ടി കറി വെക്കണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സമാധാനത്തോടെ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാം. അപ്പം രാവിലെ എന്താണെങ്കിലും ഒരു തിരക്കാണല്ലേ. ഇവർ പോകുന്നിടം വരെ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയാണ്. ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും ആ സമയത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഞാൻ വന്ന് ഒരു കുറ്റി പുട്ടെടുത്ത് കേട്ടോ. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാനിന്ന് കഴിക്കുന്നത് കേട്ടോ. അല്ല ഈ പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ് രാവിലെ. ഞാനങ്ങനെ അതിരാവിലെ ഇപ്പം 9 മണി കഴിഞ്ഞ് 9:30 ആയി കേട്ടോ. ഇത്രയും നേരത്തെ ഒന്നും ഞാൻ കഴിക്കാറില്ല. 10 മണി 10:30 ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഗുളിക കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ചായ കുടിച്ചാൽ മതി. വൈകുന്നേരം വരെ ഞാനിങ്ങനെ നടക്കും. അന്നേരം പുട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ചായയോട് ഇട്ടു. രാവിലെ ഞാൻ ഒരു ചായ കുടിച്ചു. പിന്നെ രണ്ടാമത്തെ ചായയാണിത് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഒരു ചായ കുടിച്ചാലേ നമ്മളിനി ഉഷാറായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുറേ പേര് എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചു കേട്ടോ, മീന എത്ര റേറ്റ് തേങ്ങയ്ക്കൊക്കെ എന്നൊക്കെ. അങ്ങനെ ഇവിടെ കുറവാണ് കേട്ടോ. കുട്ടനാട്ടിൽ തേങ്ങയ്ക്ക് വില ഒരുപാട് കുറവാണ്. ഒത്തിരി പേര് എന്നോട് കമൻ്റ് ഇട്ട് കേട്ടോ, അവിടെയൊക്കെ ഒരുപാട് റേറ്റാണെന്നും പറഞ്ഞ്. എല്ലാ സ്ഥലങ്ങളിലും തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഇപ്പം വില കൂടുതലാണ് കേട്ടോ. ഇപ്പം കുട്ടനാട്ടിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ വീടുകളിലും തെങ്ങുണ്ട്. തെങ്ങില്ലാത്ത വീടുകളില്ല കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് തെങ്ങുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയൊന്നും കൊടുത്തിട്ടില്ല, ഇവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഇപ്പം ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ. പിന്നെ നമ്മൾ ഈ മീൻ വെട്ടാനായിട്ട് കല്ലയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ അലക്കലയിൽ നിന്ന് മീൻ വെട്ടിയാലേ എനിക്ക് ശരിയാകത്തുള്ളൂ. കാരണം നമ്മുടെ കോഴികളും പൂച്ചയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇരുന്ന് വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് അതുങ്ങളുടെ ശല്യമാണ്.
അന്നേരം ഞാൻ ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കാക്കയാണേലും ഇവിടുന്ന് മാറത്തില്ല കേട്ടോ. അന്നേരം ഞാൻ മീൻ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചെറിയുമല്ല കേട്ടോ. നമ്മുടെ ഈ അവിടോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതുങ്ങളൊക്കെ കൊത്തിക്കൊണ്ടങ്ങ് പോകും. അന്നേരം ഞാൻ മീൻ വെട്ടുന്ന സമയത്ത് കോഴിക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും എല്ലാം കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട ഈ മീൻ അയലക്കിരിയാനാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി പേര് കേട്ടോ. നിങ്ങൾ പറയണം അയലക്കിരിയാനാണോന്ന്. 2 വലിയ അയലക്കിരിയാനാണ് കേട്ടോ. അന്നേരം ഞാൻ അതിൻ്റെ സൈഡൊക്കെ വെട്ടി എന്നിട്ട് അതിൻ്റെ മോള് ഇങ്ങനെ ചെത്തിയെടുത്ത് കേട്ടോ. എന്നിട്ട് ഒന്ന് കല്ലിലിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ചെടുക്കണം. തേച്ച് വെളുപ്പിച്ചിട്ട് ഒരു തരത്തിൽ എനിക്കിവിടെ നിന്ന് വെട്ടാൻ പറ്റുന്നില്ല. കാലിൽ കൂടെ പൂച്ച കയറി പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ കാക്ക പറന്ന് ഇങ്ങനെ വരുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മീൻ തട്ടി പറിച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു തലയുടെ ഇങ്ങനെ ഒരു ഭാഗമില്ലേ നമ്മൾ വെട്ടിയെടുക്കുന്നത്, അത് നമ്മുടെ കൈസറിനൂടെ കൊണ്ടിട്ട് കൊടുത്തു കേട്ടോ. അത് പാവം കൂട്ടിക്കിടക്കുന്നതല്ലേ. അപ്പോൾ അവനങ്ങനെ ഉള്ള നിർബന്ധങ്ങളൊന്നുമില്ല, മീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് അതിന് കൊണ്ട് കൊടുക്കുവേ. അപ്പം കണ്ടോ കാക്ക കണ്ടോ ഇങ്ങനെ അട്ട വിട്ട് ചുറ്റുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ തൻ്റെ അകത്ത് കൊണ്ട് വെച്ചു. മുറിച്ചെടുത്തില്ല കേട്ടോ. അവിടെ വെച്ച് എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ല അതുങ്ങളുടെ ശല്യം കൊണ്ട്. പിന്നെ ഞാനത് അകത്ത് കൊണ്ട് വെച്ചിട്ട് കല്ലൊക്കെ പോയി ഒന്ന് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കഴുകിയിട്ടിട്ട് പിന്നെ അകത്ത് വന്ന് മുറിച്ചിട്ട് കല്ലുപ്പ് പുരട്ടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഉടനെ കറി വയ്ക്കുന്നില്ല, കുറച്ച് ജോലിയൂടെ ഉണ്ട്. അന്നേരം ഈ ചോറ് വേകാറായിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ അടുപ്പയിലോട്ട് തന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്ന വിറകുകളൊന്നും വാങ്ങുന്നതൊന്നുമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൊതുമ്പും മടലും ഒക്കെ തന്നെയാണ് നമ്മളിത് അടുപ്പിൽ വെക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ വാങ്ങുന്ന വിറകോ കീറുന്ന വിറകോ ഒന്നുമല്ല കേട്ടോ. നമുക്കിവിടെ തെങ്ങും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള തൊണ്ടും ചിരട്ടയും ഒക്കെ കളയണ്ടല്ലോ. അന്നേരം നമ്മൾ ഇതൊക്കെ അടുപ്പിൽ കത്തിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ പുരട്ടി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ അരിയൊന്ന് ഊറ്റിയിട്ട് വേണം മീൻ കറി അതിലോട്ട് വയ്ക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ പോയി പെരയ്ക്കെല്ലാം ഒന്ന് തൂത്തുവാരുവാണ് കേട്ടോ. അന്നേരം രാവിലെ ഞാൻ മക്കളൊക്കെ പോകുന്നതിന് മുമ്പേ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു തൂപ്പുണ്ട് കേട്ടോ. അതാണ് ഞാനിതൊന്നും കൊട്ടിക്കൊടയാത്തത്. കാരണം ഞാൻ എല്ലാം രാവിലെ തന്നെ ഒന്ന് തൂത്ത് വാരിയിടും. പിന്നെ രാത്രി നമ്മൾ തുടച്ചിടും കേട്ടോ. രാത്രി തുടച്ചിടും തൂത്ത്. പിന്നെ രാവിലെ ഒന്ന് തൂത്തു. ഇപ്പം ഞാൻ പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ തൂത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് തൂത്തു വാരിയിട്ടു. ഇനിയിപ്പം വൈകുന്നേരമാണ് തൂക്കുന്നത് കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് വാരി. അന്നേരം ഞാനിതെല്ലാം രാവിലെ തന്നെ കൊട്ടിക്കൊടഞ്ഞ് എല്ലാം തൂത്ത് വാരി ഇടുന്നതാണ്. അന്നേരം കുറച്ച് ഇവർ ഈ ചെരുപ്പൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഇട്ടുകൊണ്ട് നടന്നതിൻ്റെ മണ്ണും ഒക്കെ കാണാം കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് രാവിലെ ഞാൻ പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് പൊടിയും തേങ്ങായും അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാൻ. അത് ഈ തൂത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു. അത് ഞാനൊരു പെട്ടെന്നൊരു പാത്രത്തിലോട്ടാക്കി. പിന്നെ ഞാൻ മറന്നു പോകും കേട്ടോ. ഇത്രയും നേരം അത് എടുത്ത് വെക്കണമെന്നൊക്കെ രാവിലെ ഓർത്താണ്, പിന്നെ മറന്നുപോയി. പിന്നെ അത് അവിടെ ഇരുന്നങ്ങ് പോകും കേട്ടോ. അന്നേരം ഞാൻ അതെടുത്തൊരു ചെറിയ പാത്രത്തിലോട്ടാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചു. കാരണം രാവിലെ ഉണ്ടാക്കിയ പുട്ട് ബാലൻസ് ഉണ്ട് കേട്ടോ. അന്നേരം ഇന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇനി. അപ്പം നമ്മുടെ ഈ പൂച്ചയുടെ കളി കണ്ടോ. ഞാൻ അങ്ങോട്ട് തിരിയുമ്പം ഇങ്ങോട്ട് തിരിയുമ്പോൾ എല്ലാം എൻ്റെ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കയറി ചവിട്ടും കേട്ടോ. അറിയത്തില്ല, കരയുമ്പോഴാണ് നോക്കുന്നത്. നമ്മൾ എവിടെ നിന്നാലും കാലിൻ്റെ അടി വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ ഞാൻ മാറ്റി അത് കഴിഞ്ഞ് ആ അടുപ്പിലോട്ട് തന്നെ മീൻകറിക്ക് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെക്കുന്ന മുളകിട്ട മീൻകറി തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാവയ്ക്ക ഇരിപ്പുണ്ട്, അതൊന്ന് മെഴുക്കുവരട്ടിയൂടെ വെക്കണം. അന്നേരം ചോറൊക്കെ വെന്തു. ഇനിയിപ്പം നമുക്ക് ഈ മീൻകറി വെച്ച് പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളൊക്കെ ഏകദേശം തീർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മുടേതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് കേട്ടോ. അന്നേരം ഭയങ്കര ചൂടാണ്. രാവിലെ കുളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ഞാൻ ചൂടുവെള്ളത്തിലുമാണല്ലോ കുളിക്കുന്നത്. അപ്പം എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അടുപ്പൂടെ കത്തിച്ചുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഭയങ്കര ചൂടാണ് കേട്ടോ.
ഇത് എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഈ ചൂടായതുകൊണ്ട് നമ്മൾ ഈ തണുത്ത വെള്ളം, നാരങ്ങാ വെള്ളം, തണ്ണിമത്തൻ ഇതൊക്കെ അടിച്ച് പകൽ കുടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം സന്ധ്യ ആകുമ്പോഴത്തേന് തൊണ്ട അങ്ങ് അടഞ്ഞിട്ട് സൗണ്ട് അങ്ങ് അടഞ്ഞു പോവാണ്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് വ്യത്യാസം കേട്ടോ. അന്നേരം നമ്മുടെ ഈ സമയത്ത് പുളിയൊക്കെ ഇട്ട് ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലും ഞാൻ ഒരുപാട് ചെറുതായിട്ടൊന്നുമല്ല കഷ്ണം മുറിച്ചിരിക്കുന്നത്, ഒരു 2-3 കേട്ടോ. അന്നേരം വലിയ 2 മീനല്ലേ, അപ്പം വലുതായിട്ടങ്ങ് ഞാൻ മുറിച്ചിട്ടു. ഇനിയിപ്പം പാവയ്ക്ക മെഴുക്കുവരട്ടി ഒന്ന് വെക്കണം. പിന്നെ മോരിരിപ്പുണ്ട്, അച്ചാറിരിപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് വേണമെങ്കിൽ വൈകുന്നേരത്തേക്ക് ഒരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കുക. അവർക്ക് ഈ മീൻകറി വലിയ താല്പര്യമില്ല, പാവയ്ക്ക മെഴുക്കുവരട്ടിയും ഇഷ്ടമല്ല കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് മുട്ടയൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം അവർക്ക് വേണമെങ്കിൽ മുട്ടയോ എല്ലാം പൊരിച്ച് കൊടുക്കാം വൈകുന്നേരം കേട്ടോ. അന്നേരം നമുക്ക് രാവിലെ ഉണ്ടാക്കിയ പുട്ട് ഒരു കുറ്റിയാണ് ഈ ഗ്യാസിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ വേറെ ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ കുറച്ചേറെ അങ്ങ് ഉണ്ടാക്കിയായിരുന്നു. അന്നേരം മക്കൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ്, അപ്പൂസൊക്കെ എപ്പോഴും ഈ പലഹാരം തന്നെയാണല്ലോ കൊണ്ടുപോകുന്നത്, പക്ഷേ പുട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വേണ്ട ഈ മീനിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നും ഇട്ട് ഇങ്ങനെ കൊടുക്കുവാണ്. അന്നേരം നമ്മുടെ മീൻ കറിക്കുള്ള അതൊക്കെ ഇട്ട് കൊടുത്തു, മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്ന് നല്ല തോര പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയാകും. ഈ സമയത്ത് നമുക്ക് ഒരു പാവയ്ക്കുണ്ട്, 2-3 പാവയ്ക്കുണ്ട് കേട്ടോ. ഞാനൊരു എണ്ണമേ എടുത്തുള്ളൂ. എനിക്കും വലിയ കോളൊന്നുമില്ല ഈ പാവയ്ക്കയോട്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കയല്ലേ. അന്നേരം എനിക്കിങ്ങനെ പാവയ്ക്ക കയ്പ്പായതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല. എന്നാലും നമ്മുടെ മീൻകറിയൊക്കെ ഈ സമയത്തൊന്ന് തിളച്ച് വന്നു. അതൊക്കെ ഞാൻ കറക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.